പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 8ാം ക്ലാസ് അറബിക്ക് വാർഷിക പരീക്ഷ ആനുവൽ ഇവാലുവേഷൻ 2024-25 വർഷത്തെ ചോദ്യപേപ്പറും അതിന്റെ വിശദമായ ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇഖ്റഅൽ അബ്യാത് വ അജിബ് അനിൽ അസ്ഇലത്തിൽ ആതി. ഇവിടെ താഴെ കുറച്ച് ബൈത്തുകൾ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ബൈത്തുകൾക്ക് വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. ഒന്നാം ചോദ്യം, വഫിൽ എൽമി ലനാ നൂറുൻ. വഫിൽ എൽമി, അറിവിൽ നമുക്ക് വെളിച്ചമുണ്ട്. നസീറു ബിഹി ബി ദുനിയാന, ഈ ദുനിയാവിൽ നമ്മൾ അത് വെച്ച് സഞ്ചരിക്കും. നസുദ്ദു ബിഹി ഹവായിജുന, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റും. നഹുല്ലു ബിഹി ഖലായാന, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. തുസാഹു ബിഹി വസായാന, നമ്മുടെ അഡ്വൈസസ്, ഉപദേശങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. തുലി ബിഹി ബസീറുന, നമ്മുടെ ഉൾക്കാഴ്ചയെ വെളിച്ചമുള്ളതാക്കും. നുലക്കിനുഹു ലി ഔലാദി, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ചൊല്ലിക്കൊടുക്കും. ഫതയാത്തിൻ വ ഫിത്തിയാൻ, ആണുങ്ങളുമായ പെണ്ണുങ്ങളുമായ കുട്ടികൾ, യങ് ആയ കുട്ടികൾ, കേട്ടോ. അപ്പൊ ഇവിടെ മുഫ്രദ് ഉലൂം, മുഫ്രദ് എന്ന വാക്കിന്റെ ഉലൂം എന്ന വാക്കിന്റെ മുഫ്രദ് എന്താണെന്നാണ് കൊടുക്കേണ്ടത്. ഉലൂം എന്ന വാക്കിന്റെ മുഫ്രദ് ഏതാ വരിക? എവിടെയുണ്ട് അല്ലെ? അൽ ഇൽം, ഇൽമാണ് ഉലൂമിന്റെ മുഫ്രദ്. മുളാരിഉ സാറ, സാറ എന്നതിന്റെ മുളാരി എന്താണ്? സാറ എന്നതിന്റെ മുളാരി യസീറു അല്ലെങ്കിൽ നസീറു, അല്ലെ? ഇതാണ് കൊടുക്കേണ്ടത്. പിന്നെ അടുത്തത് ജംഉ വലത്, വലത് എന്ന വാക്കിന്റെ ജം എന്താണ്? എവിടെയുണ്ട്? ഔലാദ്, ഔലാദ്. ഓക്കെ. അടുത്ത ചോദ്യം, ളിദ്ദു വല, ഇരുട്ട് എന്നതിന്റെ ഓപ്പോസിറ്റ്, വെളിച്ചം, അത് എന്ത് പറയാ? നൂർ, നൂർ എന്ന് പറയാം. ഓക്കെ. അടുത്തത് ലിമൻ നുലഖിനുൽ ഇൽമ, ആർക്കാണ് നമ്മൾ അറിവ് ചൊല്ലിക്കൊടുക്കുന്നത്? നുലഖിനുഹു ലി ഔലാദിൻ. മാതാ നഹല്ലു ബിൽ ഇൽമ, അറിവ് കൊണ്ട് നമ്മൾ എന്താണ് പരിഹരിക്കുക? നഹല്ലു ബിഹി ഖലായാന, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഓക്കെ, അങ്ങനെയാണ്. ഇനി അടുത്ത ചോദ്യം, അജിബ് അൻ ഇസ്നൈനി ഫഖത്ത്, താഴെയുള്ളതിൽ രണ്ടെണ്ണത്തിന് ഉത്തരം നൽകുക. റത്തിബിൽ കലിമാത്ത ഹത്താ തസീറ ജുംല, ഈ സെന്റൻസുകൾ ഓർഡറിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, അല്ലെ? അപ്പോ അൽ അനാമിൽ ബൈന അൽ ആലം, ലോകം വിരൽത്തുമ്പിൽ എന്നതിന്റെ അറബിയാണ്. അപ്പൊ ആദ്യത്തെ അൽ ആലമു എങ്ങനെ വരിക? ബൈന അത്റാഫിൽ അനാമിൽ എന്നാണ് ഉത്തരം വരിക. ഓക്കെ, എങ്ങനെ വരിക? ഒന്നുകൂടി പറയാം. അൽ ആലം ബൈന അത്റാഫ് അൽ അനാമിൽ. ഞാൻ ഈ പറഞ്ഞ ഓർഡറിലാണ് ഉത്തരം എഴുതേണ്ടത്. ദഹബ ലൈതഹു ഇലൽ മദ്രസ, അവൻ സ്കൂളിലേക്ക് പോയിരുന്നെങ്കിൽ എന്നതിന്റെ അറബിയാണ് വേണ്ടത്, അല്ലെ? അപ്പൊ ലൈതഹു, അവൻ ദഹബ ഇലൽ മദ്രസ, നമ്മുടെ പാഠഭാഗത്തിന്റെ പേരാണ്, സിമ്പിൾ. അടുത്തത് ഇഖ്റ തസ്രീഹ് വഖ്തർ സത്രൽ മുനാസിബ ഫിൽ മഅന, താഴെ ഉള്ള വായിച്ചിട്ട് അതിന്റെ എന്ത് കൊടുക്കണം? ഈ ആശയത്തിലുള്ള വരി കണ്ടെത്തണം. അൽ ഇൻസാൻ യസീർ സുൽത്താനൻ ബി ഇൽമിഹി വ അഫ്കാരി, ഒരു മനുഷ്യൻ അറിവ് കൊണ്ട് സുൽത്താനായി മാറുന്നതാണ്. സുൽത്താൻ വബിൽ ഫിക്രി വബിൽ ഇൽമി യസീറുൽ മർഉ സുൽത്താൻ, ഈ തന്നെയാണ് ഉത്തരം, അല്ലെ മക്കളെ? ബാക്കിയൊന്നുമല്ല. റെഡി. അടുത്തത് എന്താണ്? 9ാമത്തെ, ഇഖ്തർ മിനൽ ആതിയ തസാരിഹ സഹിഹ, ആ തസാരിഹ സഹിഹ ശരിയായ പ്രസ്താവന മാത്രം എടുത്തെഴുതുക. തദ്ഖീന് യുഫ്സിദുൽ അസ്നാൻ, പുകവലി പല്ല് കേടുവരുത്തും, അല്ലെ? ശരിയാണ്, ഈ സെന്റൻസ് നമുക്ക് എഴുതണം. തദ്ഖീന് യുഖവ്വിൽ ജിസ്മ, പുകവലി നമ്മുടെ ശരീരത്തെ ശക്തിപ്പെടുത്തും, ശരിയാണോ? ഇത് എഴുതാൻ പാടില്ല, രണ്ടാമത്തെ. 3ാമത്തെ, തദ്ഖീന് യദുറുൽ കൽബ, പുകവലി നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മനസ്സിന് ദോഷം ചെയ്യും, ഇത് എഴുതണം. അപ്പൊ 1ഉം 3ഉമാണ് ഉത്തരമായി ചെയ്യേണ്ടത്. അടുത്ത 3ാമത്തെ സെക്ഷനിൽ 10, 17 എണ്ണത്തിൽ 6 ഉത്തരം ചെയ്യാൻ മതി. ഒന്നെന്താണ്? സിൽബിൽ മുനാസിബ്, മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വാട്സപ്പ് നവാൽ ബന്നി കൈലാഷ് സത്യാർത്ഥി, ഷാഇറത്തുൽ വാദി വസായിൽ ഇജ്തിമാഇയ അമാലത്തുൽ അത്ഫൽ അബൂ ഖുഹാഫ. എന്താ വാട്സപ്പ്? വാട്സപ്പ് ഒരു വസായിൽ ഇജ്തിമാഇയ ആണ്, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിലേക്ക് വരയ്ക്കണം വാട്സപ്പ്. പിന്നെ നവാൽ മുഹന്നി ആരാണ്? അവരെ വിളിച്ചിരുന്നത് ഷാഇറത്തുൽ വാദി എന്നാണ്.
പിന്നെ കൈലാസ് സത്യാർത്ഥി അമാലത്തുൽ അത്ഫാൽ നേരിട്ട് തന്നെ ഉത്തരവുണ്ട് കേട്ടോ, തെറ്റേണ്ട കാര്യമില്ല. എന്താണ് ബാലവേല, അതുമായി ബന്ധപ്പെട്ട ആളാണ് കൈലാസ് സത്യാർത്ഥി. റെഡിയല്ലേ മക്കളെ? ഓക്കെ. അടുത്തത് ഇഖ്റയിൽ ഫിഖറ വൻഷി മിൻഹ സലാസ അസ്ഇല ബിസ്തിഖ്ദാമി മൻ അയ്ന മാദ. താഴെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് ഈ മൻ വെച്ച് അയിനെ വെച്ച് മാത വെച്ച് ചോദ്യം ഉണ്ടാക്കാനാണ്. റഅ ഫുആദ് വലദൻ യബീഉൽ ഖദറവാത് ഫിൽ മദീന. പട്ടണത്തിൽ പച്ചക്കറി വിൽക്കുന്ന ഒരു കുട്ടിയെ ഫുആദ് കണ്ടു. വകാന യൽബസ് ഖമീസൻ, അവൻ ഷർട്ട് ധരിച്ചിട്ടുണ്ട്, അഹ്മർ ചുവപ്പ്, വബന്തലുൻ അസ്വദ് കറുത്ത പാന്റ്. ഫസഅല ഫുആദ് അൻ അഹ്വാലിഹി, അവന്റെ അവസ്ഥയെക്കുറിച്ച് എന്നാണ് ഫുആദ് ചോദിച്ചു. വഖല്ലസഹു മിനൽ അമാല, അവനെ ബാലവേലയിൽ നിന്ന് രക്ഷിച്ചു. അപ്പോ എന്താണ് മൻ വെച്ച് എന്ത് ചോദ്യം ഉണ്ടാവാം? മൻ മൻ യബീഉൽ ഖദറവാത്, അല്ലെ? ആരാണ് മൻ യബീഉൽ ഖദറവാത്, ആരാണ് പച്ചക്കറി വിൽക്കുന്നത്? ഉത്തരം എന്താ വരിക? വലത്. അപ്പൊ മൻ യബീഉൽ ഖദറവാത് എന്നാണ് നിങ്ങൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഒന്നാമത്തെ ചോദ്യം ഐന, അല്ലെ? ഐന റഅ ഫുആദ് വലദൻ, അല്ലെ? ഐന റഅ ഫുആദ് വലദൻ രണ്ടാമത്തെ ചോദ്യമായി. പിന്നെതാ മാത. മാത എന്ന് വെച്ചാൽ എന്താണ്? എന്ത് പറയാ? മാത യൽബസു, അല്ലെങ്കിൽ മാത സഅല ഫുആദ്, മാത സഅല ഫുആദ്, അങ്ങനെയും പറയാം. മാത സഅല ഫുആദ്, എന്താണ് ചോദിച്ചത്? ആരോട്? ലിൽ വലത്, കേട്ടോ. അപ്പൊ മാത സഅല ഫുആദ്, മൂന്നാമത്തെ ചോദ്യം. കിട്ടിയല്ലോ? സിമ്പിൾ. അടുത്തത് തർജും ഇലാ ലുഗത്തി, നിങ്ങളുടെ ഭാഷയിലേക്ക്, അതായത് അറബിയിലേക്കോ ഇംഗ്ലീഷിലേക്കോ മലയാളത്തിലേക്കോ ട്രാൻസ്ലേറ്റ് ചെയ്യുക. അൽ അത്ഫാലു കൽ അസ്ഹാരി ഫിൽ ബുസ്താൻ, എന്നതിന്റെ അർത്ഥം കുട്ടികൾ പൂന്തോട്ടത്തിലെ പൂക്കൾ പോലെയാണ്, അതാണ് അർത്ഥം. അതാണ് ഇതിന്റെ ഉത്തരം. അൽ ഇൻസാൻ യസീർ സുൽത്താൻ ബിൽ ഇൽം, ഒരു മനുഷ്യൻ അറിവ് കൊണ്ട് രാജാവായി തീരും, അതാണ് രണ്ടാമത്തിന്റെ അർത്ഥം. അൽ ഹയാത്തു മംലൂഅത്തും ബിനിഅമില്ലാ, ജീവിതം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്, അതാണ് മൂന്നാമത്തെ ഉത്തരം വരിക. 14 കമ്മിലിൽ മൻളൂ, 13 ഈ പദ്യം പൂർത്തിക്കാൻ. നമ്മൾ ചെയ്തതാണ്, നമ്മുടെ പുസ്തകത്തിലുള്ളതാണ്, അല്ലെ? നഹ്നു അബ്നാ ഉൽ ബിലാദ്, നഹ്നു അൻവാ ഉൽ ബിലാദ്, നഹ്നു വേറെ വാക്കുകളൊക്കെ, നഹ്നു അൽവാ ഉൽ ബിലാദ്, ഇവിടെ നഹ്നു അജിയാലുൽ ബിലാദ്. ഒരു മോഡൽ കാണിക്കാം, നമ്മൾ ചെയ്തതാണ് പുസ്തകത്തിൽ, കണ്ടോ? നഹ്നു അസ്ഹാറുൽ ബിലാദ്, അല്ലെ? നഹ്നു അത്ഫാലുൽ ബിലാദ്, പിന്നെ നഹ്നു അസ്ഹാറുൽ ബിലാദ്, നഹ്നു അൽവാലുൽ ബിലാദ്, നഹ്നു അൻസാറുൽ ബിലാദ്, നഹ്നു അർവാഹുൽ ബിലാദ്. ഈ വരികളൊക്കെ നിങ്ങൾക്ക് അതിൽ എഴുതി വെക്കാൻ പറ്റും, കേട്ടോ. അങ്ങനെയാണ് ഇതിന്റെ ഉത്തരം ചെയ്യേണ്ടത്. 14 കമ്മിൽ കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ പൂരിപ്പിക്കാൻ. കാലൽ മിസ്മാർ ലിൽ മിൻഷാർ, മിസ്മാർ ആണി എന്താണ് വാളിനോട് പറഞ്ഞു, അന അക്രമു മിൻക, കരീമാണ് എന്തായത് ഇവിടെ? അക്രമനായത്. അങ്ങനെയാണെങ്കിൽ കാലൽ കിതാറിൽ സയ്യാറ, സയ്യാറ പറഞ്ഞത് അന സരി എന്താകും? അസ്റ എന്നാകും. അസരി എന്നല്ല, അസ്റ, അസ്റ മിൻക എന്ന് പറയും. അന അസ്റ മിൻക എന്ന് പറയണം. കാലൽ അസദുൽ അർണബ്, അർണബിനോട് എന്ത് പറഞ്ഞിട്ടുണ്ടാവും? കവിയെന്ന്. അപ്പൊ അന അക്വ, അന അക്വ, അവസാനം ഒരു യാ ഉണ്ടാവും. യാ ഇല്ല, കുത്തില്ലാത്ത യാ, കേട്ടോ. കാലൽ ബുൽബുൽ ദീഖ്, ബുൽബുല് ദീഖിനോട് പറഞ്ഞത് ജമീലാണ്. അപ്പൊ അന അജ്മലു മിൻക, അന അജ്മലു മിൻക. സിമ്പിൾ അല്ലേ? 15 ഉക്തുബ് കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ ചെയ്യാൻ. ഉംറു ജോർജ് ഹംസ അഷറത്ത സനത്തൻ, ജോർജിന്റെ വയസ്സ് 15ആണ്. ഇവിടെ 15, അല്ലെ? അപ്പൊ ഹംസ അഷറത്ത, സനത്ത് വന്നതുകൊണ്ട് ഇതിന്റെ ഹംസിന്റെ ആദ്യ ഭാഗം മുദക്കറായി പറഞ്ഞു, ഹംസത്ത് പറയാതെ ഹംസ് എന്ന് പറഞ്ഞു. അതേപോലെ ഇതിന്റെ പറഞ്ഞേ ഉംറു സദീഖി 13, 13 നമ്മൾ എന്താ പറയാ? സലാസ അഷറത്ത സനത്തൻ, സലാസ അഷറത്ത സനത്തൻ. ഉംറു ഉഖ്തി എന്ന് പറയാ? 17. അപ്പൊ സബ് അഷറത്ത സനത്തൻ. 16 സിത്ത അഷറത്ത സനത്തൻ, 16, അല്ലെ? സിത്ത അഷറത്ത സനത്തൻ. സിമ്പിൾ. അടുത്തത് ഷംസൽ മുഫ്രദാത്ത് വക്തുബ് കമാഫിൽ മിസാൽ, ഇതുണ്ടോ? ഒരു ഷംസൽ മുഫ്രദാത്തിന്റെ അത് വെച്ചിട്ട് ഇതുപോലെ സെന്റൻസ് ഉണ്ടാക്കണം. ഹദീക പൂന്തോട്ടം, ഹക്കൽ വയൽ, കറിയ ഗ്രാമം, നെഹ്ർ നദി, അഷ്ജാർ മരങ്ങൾ. അപ്പൊ എന്താ കൊടുത്തിരിക്കുന്നത്? ഈ കറിയത്തിന്റെ മുമ്പിൽ ഫീ ചേർത്തു, അപ്പൊ ഫിൽ കറിയാനായി.
എന്നിട്ട് ഇതിലെ ഹഖൽ എന്ന വാക്ക് അല്ലെ, ഫിൽ ഖറിയത്തി ഹഖുലുൻ വാസിഉൻ, ഒരു സെന്റൻസ് ആയി. അപ്പൊ അടുത്ത് പറയണം ഫിൽ ഖറിയത്തി ഹദീഖത്തുൻ വാസിഅത്തുൻ, കേട്ടോ. അടുത്തതോ ഫിൽ ഖറിയത്തി നഹറുൻ തൊവീലുൻ അല്ലെങ്കിൽ നഹറുൻ ജമീലുൻ എന്ന് പറയാം. പിന്നെ ഫിൽ ഖറിയത്തി അഷ്ജാറുൻ കസീറത്തുൻ, ഫിൽ ഖറിയത്തി അഷ്ജാറുൻ കസീറത്തുൻ എന്ന് പറയാം. സിമ്പിൾ അല്ലെ? അങ്ങനെയായിരുന്നു. അടുത്തത് ഇഖ്റ തർജുമത്തുൽ ഹയാത്ത് ലിഷായിർ അഹമ്മദ് ഷൗക്കി വഅബ്ദ് അൽ ഇസ്തിമാ. ഇവിടെ ഒരു എന്ത് കൊടുത്തിട്ടുണ്ട്? അഹമ്മദ് ഷൗക്കിയുടെ പ്രൊഫൈൽ നൽകിയിട്ടുണ്ട് അല്ലെ? അത് വെച്ചിട്ട് എന്താണ് അദ്ദേഹത്തിന്റെ ബയോഡാറ്റ പൂരിപ്പിക്കാൻ. ഉലിദ അഹമ്മദ് ഷൗക്കി ഫിൽ ഖാഹിറ, അഹമ്മദ് ഷൗക്കി ഹീറോയിൽ ജനിച്ചു. ലുക്കബി അബി അമീർ ഷോറ, അദ്ദേഹം അമീർ ഷോറ എന്ന് വിളിക്കപ്പെടുന്നു. അല്ലഫ കസീറ മിനൽ അഷ്ആറിൽ അത്ഫാൽ, കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് കവിതകൾ രചിച്ചു. വമിൻ അഷ്ഹുരി ഖസായിദിഹി, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കവിതയാണ് നഷീദു മിസ്ർ. പിന്നെ തൂഫിയ ഷായർ, കവി മരിച്ചു മിഫിൽ ഖാഹിറ, കെയ്റോയിൽ 1932. അപ്പൊ ഇസ്മുൽ കാമിൽ എന്ത് വരും? അഹമ്മദ് ഷൗക്കി എന്ന് നമ്മൾ ഇവിടെ എഴുതണം. ഓക്കെ. ഖാഹിറ, ഖാഹിറ എന്ന് പറയുന്നത് വരിക മക്കാൻ, മക്കാനുൽ മീലാദ്, മക്കാൻ എന്ന് എഴുതാൻ അറിയല്ലോ, മക്കാനുൽ മീലാദ്. ആമുൽ മീലാദ് എഴുതണം, ഈ വർഷം ഇവിടെ എഴുതാം കേട്ടോ, 1868. ലഖബ്, വിളിപ്പേരെന്താണ്? അമീറു ഷുഅറ, അമീറു ഷുഅറ അല്ലെ, ലുക്കിബ. പിന്നെ ഇത് 1932. ആമുൽ 32 ആമുൽ വഫാത്ത്, ആമുൽ വഫാത്ത്, അവിടെ വഫാത്ത് ഇവിടെ ഉണ്ട്. മക്കാനുൽ വഫാത്ത് ഏതാ? മരിച്ച സ്ഥലം കാഹിറ, കാഹിറ എന്ന് പറയും. ഓക്കെ. അടുത്തത് ഇഖ്റ തസ്സറാഹി മയ്യിസുൽ ഈജാബിയാത്ത് വസ്സൽബിയാത്ത് ലിൽ വസായിൽ ഇജ്തിമാഇയ്യ. ഇതില് ഈജാബിയാത്തും സൽബിയാത്തും തിരിച്ചെഴുതാനാണ്. അപ്പൊ ഇൻഹിറാഫാത്തുൽ സുലൂക്കിയ ഏതിലാ വരിക? എന്താണ്? സ്വഭാവ ദോഷങ്ങൾ. സെൽബിയ, രണ്ട് സെൽബിയയാണ് വരിക അല്ലെ? അപ്പൊ ഈജാബിയാത്ത് എന്നൊരു കോൾ ഇടുക, സെൽബിയാത്ത് എന്നൊരു കോൾ ഇടുക. എന്നിട്ട് സെൽബിയാത്തില് ഇൻഹിറാഫാത്തും സുലൂക്കി എഴുതണം. തഖ്സീറുൽ മസാഫാത്ത്, ദൂരം കുറയും, അത് ഈജാബിയാത്താണ്. ലയാഉൽ ഔഖാത്ത്, സമയനഷ്ടം, സെൽബിയാത്താണ്. ജംഉൽ മഅലൂമാത്ത്, അറിവ് ശേഖരണം, ഈജാബിയാത്താണ്. നഷറുൽ അക്കാദി ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ കളവ് പ്രചരിപ്പിക്കും, സെൽബിയാത്താണ്. തഖരീബുൽ ബഈദ്, ദൂരെയുള്ളവരെ അടുപ്പിക്കും എന്നുള്ളത് ഈജാബിയാത്താണ്. തലബുസുൽ ഫിക്രി, ഭൗതിക മലിനീകരണം അല്ലെങ്കിൽ ചിന്താപരമായ എന്താണ് മലിനീകരണം, അത് സെൽബിയാത്താണ്. നഖ്ലുൽ മആരിഫ്, അറിവ് ശേഖരണം, അറിവിന്റെ കൈമാറ്റം, ഈജാബിയാത്ത് കേട്ടോ. അപ്പൊ രണ്ട് കോളത്തിൽ ഞാൻ പറഞ്ഞ പോലെ എഴുതും. അടുത്തത് അഅദ മുദക്കിറ അനിൽ ഫളാഇൽ ഇൽമി വിസ്താനത്ത് നിഖാത്ത് ആലിയ, അറിവിന്റെ എന്താണ് പ്രാധാന്യത്തെ കുറിച്ച് എന്ത് ചെയ്യുക? ഒരു മുദക്കിറ തയ്യാറാക്കുക അല്ലെ? ഇവിടെ അൽ മൻസിലത്തുൽ ആലിയ, വലിയ വലിയ എന്താണ് പദവി. അൽ അഖ്ലാഖുൽ ഹസന, നല്ല സ്വഭാവം. അൽ ഖിറാഅത്ത് വൽ കിതാബ്, വായനയും എഴുത്തും. അൽ ഇബാദത്തുൽ ഖാലിസ, നല്ല ഇബാദത്ത്, ആത്മാർത്ഥമായ ഇബാദത്ത്. ഇതിനെങ്ങനെ എഴുതാൻ നമ്മൾ എഴുതിയതാണ് അല്ലെ? പഠിക്കുമ്പോ നമുക്കിത് ഇതുപോലെ ഒന്ന് എഴുതാം. അല്ലെ ഇൽമു നൂറുൻ ലിൽ ഇൻസാൻ, അറിവ് മനുഷ്യന് പ്രകാശമാണ്. യഅലുൽ ഇൻസാനു ബി ഇൽമി, അറിവ് കൊണ്ട് മനുഷ്യന് ഉയരും. ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിൽ ആഖിറത്തും. യസ്ലുൽ ബിൽ ഇൽമി അലൽ മൻസിലത്തുൽ ആലിയ, അറിവിലൂടെ നമുക്ക് വലിയ സ്ഥാനം കിട്ടും. യസീറു ബിഹി അഖ്ലാഖുന ഹസന, നമ്മുടെ സ്വഭാവം നന്നാകും. വതകൂന ഇബാദത്തുന ഖാലിസൻ, നമ്മുടെ ഇബാദത്ത് ആത്മാർത്ഥമാവും. നറാ ഫിൽ ഖുർആനി ആയത്തുൻ കസീറൻ ഫളലിൽ ഇൽമി വഅഹ്മിയതിഹി, അറിവിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഒരുപാട് ഖുർആൻ ആയത്തുകളുണ്ട്. അള്ളാഹു പറയുന്നത് ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അഫിൽ ഹദീസിലുണ്ട് മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, നമ്മൾ പഠിച്ചതാണ്. യഖൂലുൽ ഹുഖമാ വൽ ഉലമാ ഫീ ഫളലിൽ ഇൽം, ഇൽമിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞതാണ്. അൽ ആലിം യസ്ലും വൽ ജാഹിൽ യസ്കുത്. യഖൂലു ഷായർ, കവി പറഞ്ഞത് ലൈസൽ യതീമുൽ ലദീ ഖദ് മാത വാലിദുഹു, യതീം എന്ന് പറഞ്ഞത് പാപ്പ മരിച്ച കുട്ടിയല്ല. ബലിൽ യതീം യതീമുൽ ഇൽമി വൽ അദബ്, ഇൽമില്ലാത്തവനാണ് ശരിക്കുള്ള യതീം എന്ന് കവി പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കത് തയ്യാറാക്കാം.
അടുത്തത് ലാഹിദുൽ ജദുവൽ വാജിബ് അനൽ അസിലത്തിൽ അസില. ഇവിടെ ഒരു ചാർട്ട് ഉണ്ട്, അത് പ്രകാരം താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. എന്താണ്? ആദ്യം ഇസ്മുൽ കാമിൽ, പിന്നെ ജനനവർഷം, പിന്നെ വിളിപ്പേര്, പിന്നെ രചന. ആദ്യം ആരാ? നവാൽ മുഹന്നി. അദ്ദേഹം ഇവരുടെ ജനനം 1948 അവർ വിളിക്കുന്നത് ഷായറത്തുൽ വാദി. അവരുടെ രചനയാണ് ദാത്തുമറ. പിന്നെ വൈക്കം മുഹമ്മദ് ബഷീർ കോട്ടയത്ത് ജനിച്ചു. ബേപ്പൂർ സുൽത്താന്റെ പേര് അദ്ദേഹത്തിന്റെ ഷാത്ത് ഫാത്തിമ, ഫാത്തിമയുടെ. മുഹിയുദ്ദീൻ ബിൻ ഖൈറുദ്ദീൻ മക്കയിൽ ജനിച്ചു. അബുൽ കലാം എന്നാണ് അദ്ദേഹം വിളിക്കപ്പെടുന്ന. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് തർജുമാൽ ഖുർആൻ. അപ്പൊ മാ ലഖബ് വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ലഖബ് എന്താണ്? ബേപ്പൂർ സുൽത്താൻ. മൻ മുഅല്ലിഫു തർജുമാൽ ഖുർആൻ. തർജുമാൽ ഖുർആൻ രചിച്ചതാരാണ്? മുഹിയുദ്ദീൻ ബിൻ ഖൈറുദ്ദീൻ. ഉത്തരം കൊടുക്കണം. ഷായിറത്തും മിസ്രിയ. നവാൽ മുഹന്നി ഷായിറത്തും മിസ്രിയ. ഇഖ്തർ മിനൽ ജദുവൽ അദീബ മഷ്ഹൂറൻ ഫി കേരള. കേരളത്തിലെ ഒരു അദീബ് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ഓക്കെ. 21ാമത്തെ ബിന്തൻ മക്കാന വലതിൻ. ഈ പാരഗ്രാഫ് ഇതിലെ ഏഴാൻ വായിച്ചിട്ട് ഇതിലെ വലതിന്റെ സ്ഥാനത്ത് എന്ത് വെക്കണം? ബിന്ത് വെക്കണം. അപ്പൊ ഇവിടെ ഫുഖിദ എന്താകും? ഫുഖിദത്ത്. വലത് എന്താണ്? ബിന്തായി. ഇവിടെ യുസമ്മ എന്നുള്ളത് യു മാറ്റിയിട്ട് തുസമ്മ. തുസമ്മ. റാഷിദ് എന്ത് പേര് മാറ്റാം? ഫാത്തിമ എന്നാക്കാം. യൗമൽ ഖമീസുൽ മാലി അതിൽ മാറ്റൂല. വഹുവ എന്താകും? വഹിയ. ദാരിസ് എന്താകും? ദാരിസത്തുൻ. ഫിൽ മദ്രസത്തിൽ ഹുക്കൂമിയ ബി കാലിക്കൂൻ മാറ്റമില്ല. വഖദ് ലബിസ എന്താകും? ലബിസത്ത്. ഖമീസൻ അബിയവ്. അവരെന്ത് ചെയ്യിച്ചിട്ടുണ്ട്? എന്താണ്? വെള്ള ഷർട്ട്. ബന്തലൂനൻ അസ്ഫർ. എന്താണ്? നീല പാന്റ്. ഇപ്പൊ കുട്ടി പെൺകുട്ടിയുടെ വേണമെങ്കിൽ തന്നൂറ എന്ന് മാറ്റാം കേട്ടോ. എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് മാറ്റാം. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. യുർജ മിമ്മൻ യഅസുർ അലൈഹി എന്നുള്ളത് എന്താകും? അലൈഹ എന്നാകും. അൽ ഇഖ്ബാറ ഫിൽ മഖ്ഫറിൽ കബീർ. അങ്ങനെയാണ് ഇത് പൂരിപ്പിക്കാൻ. ഓക്കെ. ഇത്രയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് എല്ലാവരും കമന്റ് ചെയ്യണം. ഇൻഷാ അല്ലാഹ്. അപ്പൊ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.